ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടൽക്ഷോഭ സ്ഥലങ്ങൾ സന്ദർശിക്കാനെത്തിയ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രതിഷേധം. കടൽ ഭിത്തി നിർമ്മിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇടപെട്ടതോടെ നാട്ടുകാർ തമ്മിൽ കയ്യാങ്കളിയായി. ആർ ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇപ്പോൾ പൂർണ്ണമായും അവിടെ നിന്ന് ആളുകൾ മാറിയിട്ടുണ്ടോ? ചെന്നിത്തല അവിടെ നിന്ന് പോയിട്ടുണ്ടോ? ഈ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്തും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ശ്രുതി, സന്ധ്യയോടെയായിരുന്നു സംഭവം. തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ മേഖലയിൽ വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായി. തീരദേശ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഈ സ്ഥിതി നേരിട്ട് കാണാൻ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് സ്ഥലം എം എൽ എ കൂടിയായ രമേശ് ചെന്നിത്തല അവിടെ എത്തിയത്. രമേശ് ചെന്നിത്തല എത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ ചെന്നിത്തലയെ തടഞ്ഞു. ഇത് കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കയ്യാങ്കളിയിലേക്കും മറ്റും എത്തിയത്. ഈ കയ്യാങ്കളി സമയത്തും രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആളുകൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും തീരദേശ മേഖലയാണ്, ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൈകാരിക പ്രതികരണങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപര്യാപ്തതയുണ്ട്. ടെട്രാപോഡുകളും മറ്റും നിരത്തി കിഫ്ബി പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ അവിടെ നടന്നു വരികയാണ്. ആ പദ്ധതി പൂർത്തിയായിട്ടില്ല. ഇതാണ് കടലാക്രമണം രൂക്ഷമാകാൻ കാരണം. മാത്രമല്ല, കടലിനോട് ചേർന്നാണ് വലിയഴിക്കൽ പല്ലന വരെയുള്ള റോഡ് കടന്നു പോകുന്നത്. അവിടേക്ക് തിരയടിച്ചു കയറി റോഡ് മുഴുവൻ മണലായി വാഹനങ്ങൾ പുതയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ആളുകളുടെ പ്രതിഷേധത്തിനും മറ്റും ഇടയാക്കിയത്. കടൽ ഭിത്തി കെട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ഥലം എം എൽ എ ആയ ചെന്നിത്തലയെ നാട്ടുകാർ തടഞ്ഞത്. ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ കടൽക്ഷോഭ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. ആ സമയത്താണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായത്.